ഹലോ ഗൈസ്. നമ്മൾ അമ്മ എനിക്ക് എണ്ണയൊക്കെ തേച്ച് തരുന്നുണ്ട്. ഒരുപാട് ദിവസമായി തലയിൽ എണ്ണയൊക്കെ തേച്ച് നല്ല പോലെ ഒന്ന് കുളിച്ചിട്ടില്ല, നല്ല പോലെ എണ്ണ തേച്ച് കുളിച്ചിട്ട് കുറേ ദിവസമായി ഇല്ലേ മകത്തെ? അങ്ങനെ അച്ഛൻ നമുക്ക് ചക്കയൊക്കെ അടച്ചു തന്നു. ഇനി നമ്മൾ ആ ചക്കയൊക്കെ വെട്ടി അവിയൽ വയ്ക്കാനാണ് ഉദ്ദേശം. ഇതൊക്കെ നമ്മുടെ ശ്രീകുട്ടി കുഞ്ഞമ്മയുടെ മകത്തിന്റെ ശ്രീകുട്ടി കുഞ്ഞമ്മയുടെ ചെടി വളർത്തൽ കളക്ഷൻസ് ആണ്. ഇതാ കാണുന്നത് ശംഖുപുഷ്പം, മീന് എല്ലാം ഉണ്ട്. അമ്മയ്ക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വന്നത് എൻ്റെ അമ്മ വയ്ക്കുന്ന മീനും ചോറും ഒക്കെ കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് രാവിലെ 6:30 ബസ് കയറി ഇവിടെ എത്തിയത്. ഇല്ലേ മകത്തെ? അച്ഛൻ കുറച്ച് ബിസി വരുന്നതുകൊണ്ട് അമ്മ തന്നെ ചക്കയെല്ലാം വെട്ടി നല്ല അടിപൊളിയായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്തിട്ടില്ല, നമുക്കിനി ഇത് വാഷ് ചെയ്തെടുക്കണം. നല്ലപോലെ വിളഞ്ഞ ചക്കയാണ്. പിന്നെ മകത്തിന് ബോറടിക്കാതിരിക്കാനും പിന്നെ അവൻ ഫോൺ നോക്കാതിരിക്കാനുമായിട്ട് ഞാൻ വാട്ടർ പെയിൻറ് എടുത്ത് കൊടുത്തു. എന്നിട്ട് 1-2 പിക്ചേഴ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞത് ഒരു ചക്ക മരവും ഒരു മാങ്ങ മരവും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ അതിൽ പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനും അമ്മയും ചക്കയൊക്കെ അവിയലിനെ കണക്കാക്കി നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചക്ക അവിയൽ. നല്ല മണം വരുന്നല്ലേ? ചക്ക ഉണ്ടാക്കിയാണ് ഇവിടെ എടുത്തത്. അമ്മ ചക്കയും മീനും ഒക്കെ റെഡിയാക്കുന്ന നേരം കൊണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു. ഇനി നമുക്ക് അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് നോക്കാം. മീൻകറി തിളയ്ക്കുന്നുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ ചക്കാവിയില, അപ്പോൾ പിന്നെ രസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഭവങ്ങൾ. ഹലോ, ഇനി ലഞ്ചിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അമ്മ ഇപ്പോൾ ലഞ്ച് കൊണ്ടുവരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് എത്തിക്കഴിഞ്ഞു. സാലഡുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്, രസമുണ്ട്, അവിയലുണ്ട്, മീനുണ്ട്. ഒരു അടിപൊളി ഊണായിരുന്നു ഇന്നത്തെ ഊണ്. ഞാനും മകത്തും നല്ലപോലെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രാഹുൽ അനിയൻ കുറച്ച് ബോളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബോളി കഴിക്കാം. ഇന്ന് 6 മണിക്കുള്ള ബസ്സിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് പോയില്ല.